മോളെ അഞ്ജലി, നിനക്ക് ഇന്ന് തന്നെ പോണോ? മോളെ, എന്തായി ഞാൻ പറഞ്ഞ കാര്യം? സൗദാമിനി ഇന്ന് വിളിക്കാമെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്റെ പൊന്നച്ഛ, എനിക്കിപ്പോ കല്യാണം വേണ്ട. ഞാൻ 100 പ്രാവശ്യം പറഞ്ഞു. ഞാനൊന്ന് സമാധാനത്തോടെ ജീവിച്ചോട്ടെ അച്ഛാ. മോളെ, നിനക്ക് വയസ്സ് 26 കഴിഞ്ഞു. എനിക്ക് വേറെ ആരാ ഉള്ളത്? മരിക്കുന്നതിന് മുമ്പ് നിന്നെ ആരുടെയെങ്കിലും കയ്യിൽ സേഫായി എത്തിക്കണമെന്നാ എന്റെ ആഗ്രഹം. തുടങ്ങി. എന്നെ പ്രസവിച്ച സ്ത്രീക്ക് ഇതൊന്നും തോന്നിയില്ലല്ലോ. വിട്ടിട്ട് പോയില്ലേ അവരെ കണ്ട ഓർമ്മ പോലും എനിക്കില്ല. അവര് പോയ പിന്നെ അച്ഛൻ ജീവിതം എങ്ങനെയായത്? അച്ഛൻ ആഗ്രഹിച്ച ജീവിതം എങ്ങനെയായിരുന്നോ? അല്ലല്ലോ. ഒരു സമാധാനം ഉണ്ടോ? ഒരു സന്തോഷം ഉണ്ടോ? ആൾക്കാരുടെ മുമ്പിൽ ഇപ്പോഴും അച്ഛൻ നാണായിട്ടല്ലേ ജീവിക്കുന്നത്? ഇതാണോ അച്ഛൻ ആഗ്രഹിച്ച വിവാഹ ജീവിതം? അച്ഛൻ ഈ കമ്മിറ്റ്മെന്റ് ലൈഫിലൊന്നും ഒരു കാര്യവും ഇല്ല. അല്ല തന്നെ ഊരും പേരും ഇടത്ത് ഒരാളെയൊക്കെ കെട്ടിയിട്ട് എങ്ങനെ ലൈഫ് കൊണ്ടുപോകുന്നേ? എനിക്ക് താല്പര്യമില്ല അച്ഛൻ. ഞാൻ ഇപ്പോഴും വിവാഹത്തെ പറ്റി ചിന്തിക്കുന്നില്ല. നിങ്ങൾ ദയവ് തന്നെ ശല്യം ചെയ്യരുത് പ്ലീസ്. എനിക്ക് തോന്നുമ്പോ ഞാൻ തന്നെ പറഞ്ഞോളാം. ഞാൻ ഇപ്പൊ ഇറങ്ങാം. സൂരജ്, എടാ സൂരജ്, എടാ എണീക്ക്. എന്താ അഞ്ജലി? നോക്കിയേ. ഇത്രേ ഉള്ളൂ? ഇതിനാണ് നീ കിടന്നിങ്ങനെ മോങ്ങുന്നത്? ഇതൊരു ടാബ്ലറ്റ് കഴിച്ചാൽ തീരാന്നുള്ളതല്ലേ ഉള്ളൂ. ഇതിന് എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? ഇത് നോർമൽ അല്ലേ? വെറുതെ എന്റെ ഉറക്കം കളയാനാണ്. വർഷം 3 കഴിഞ്ഞില്ലേ നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്? പരസ്പരം സ്നേഹിച്ച് മനസ്സിലാക്കി ജീവിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ എന്തിനാടാ ഇങ്ങനെ ആരും അറിയാതെ ഉള്ള ഒരു ലിവിങ് ടുഗദർ ലൈഫ്? നിങ്ങൾക്ക് മാരേജിനെ പറ്റി ചിന്തിച്ചൂടെ അഞ്ജലി? പിന്നെ കല്യാണം, ഇവിടെ കല്യാണത്തിന്റെ പേരും പറഞ്ഞ് അച്ഛൻ പുറകെ നടക്കുന്നതുകൊണ്ട് വർഷങ്ങളായി. എടി എനിക്ക് ഒന്നാമതൊന്നും താല്പര്യമില്ല. പിന്നെ ഇത് തന്നെ സൂരജ് നിർബന്ധിച്ചോണ്ടാ. ഇതെങ്ങാനും ഇനി വീട്ടിലറിഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലടി. സൂരജ് ഇപ്പൊ എന്താ പറയുന്നത്? അതാണ് എനിക്കിപ്പൊ ഏറ്റവും വലിയ ടെൻഷൻ. ഞാൻ ഈ കാര്യം പറഞ്ഞിട്ട് അവനൊരു കൂസല് പോലും ഇല്ല. അവൻ വെറൊരു കളിയായിട്ട് ഇതൊക്കെ എടുക്കുന്നത് തന്നെ. അവസാനം അവൻ കൈ മലർത്തോ? ഡീ അല്ലടാ, തലയിലാവൂന്ന് കണ്ട എല്ലാ ഉമ്മാർക്കും ഉള്ളതാ ഈ ഒരു കെയർലെസ്. നീ എന്തായാലും വേഗം ഇതിനെ കളയാൻ നോക്ക്. ഇല്ലെങ്കിൽ വൈകുന്തോറും നിനക്കിത് വലിയ പണിയാവേ. സമയം 11 മണി. ഇത് എവിടെ പോയി കിടക്കണ വൈ? കിട്ടണമില്ല. നീ ഇത് എവിടെ പോയി കിടക്കുവായിരുന്നു? എത്ര പ്രാവശ്യം വിളിച്ചോന്നറിയോ? എനിക്കൊരാളെ കാണാനുണ്ടായിരുന്നു. ആണോ പെണ്ണോ? നീ എന്തിനാ എത്രയും ചീപ്പാ വന്നത്? അല്ല, നിന്റെ അടുത്ത് ഇതൊക്കെ പറയേണ്ട ആവശ്യം എന്ത്? എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ജീവിക്കും. എടാ നിനക്ക് എന്താ പറ്റിയേ? ഇന്നലെ വരെ നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ എൻ്റെ അടുത്ത് പെരുമാറിക്കൊണ്ടിരുന്നേ. ഇതാ എന്റെ പ്രശ്നം. ഇനി എനിക്ക് തലവേദന ചുമക്കാൻ വയ്യ. നാളെ നീ ലീവ് എടുക്കണം. എന്തിന്? ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കാണണം. ഓ, അബോഷനായിരിക്കും. പിന്നെ അല്ലാതെ ഇതിനൊക്കെ വളർത്താൻ പറ്റുമോ? ഇത് അഞ്ജലി അല്ലേ? കൂടെ ഒരു പയ്യനും ഉണ്ടല്ലോ. ഇവരെന്തിന് ഗൈനക്കോളജിസ്റ്റിനെ കാണാമെന്ന്? സംഭവം അത്ര പന്തിയല്ലല്ലോ. ഹലോ രഘുനാഥ്, എന്തൊക്കെയുണ്ട് വിശേഷം? സൗദാമിനി, നിന്നെ ഞാൻ വിളിക്കാതിരുന്നത് അവക്ക് കല്യാണം വേണ്ടെന്ന് ഒറ്റ വാശിയില്ല. ഓഹോ, അപ്പൊ നിങ്ങൾ മാത്രം ഇതൊന്നും അറിഞ്ഞില്ലേ? നിങ്ങളുടെ മോക്ക് കല്യാണം വേണ്ടാന്ന് പറഞ്ഞിട്ടേ ഇപ്പൊ ഒരു ചെറുക്കനുമായിട്ട് കെട്ടി ഒരുമി ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. നിങ്ങൾ മാത്രം ഇതൊന്നും അറിഞ്ഞില്ലേ? ദേ ഇപ്പൊ അവക്ക് വയറ്റിലൊരു കൊച്ചുണ്ട്. എടി, എന്ത് അനാവശ്യമായി നിനക്ക് എത്ര ധൈര്യമുണ്ട്? എനിക്കിതൊന്നും വിശ്വസിക്കാനേ വയ്യ. ഞാൻ എന്തിനില്ലാ വചനം പറയണം? നിങ്ങൾക്കറിയാലോ, എന്റെ വീട്ടിന്റെ അപ്പുറത്തെ ജംഗ്ഷനിലെ ഫേമസ് ഗൈനക്കോളജിസ്റ്റ് ശ്രീദേവി ഡോക്ടർ. ഞാൻ അവരെ ഒന്ന് കാണാൻ പോയപ്പോ നിന്റെ മോള് ഇറങ്ങി വരണ കൂടെ ആ പയ്യനും ഉണ്ട്. ഞാൻ പിന്നെ ഡോക്ടർക്ക് ചോദിച്ചപ്പോഴല്ലേ ഡോക്ടർ പറയണത് അവക്ക് വയറ്റിലുണ്ട്. എനിക്കിതൊന്നും വിശ്വസിക്കാനേ വയ്യ. അവര് തമ്മിൽ ഒരുമിച്ച് താമസമായിട്ടേ വർഷങ്ങളായി. ജോലിക്കൊന്നും പറഞ്ഞ അവള് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴേ എവിടെയാണ് പോണത്, എന്തിനാണ് പോണെന്ന് അന്വേഷിക്കേണ്ട ചുമതല നിനക്കും ഉണ്ടായിരുന്നു. അവളെ തള്ള ഉണ്ടാക്കിയ ചീത്തപ്പേര് പോലും ഇതുവരെ തീർന്നിട്ടില്ല കുടുംബത്തില്. മാനം കളയാനിട്ട് ഒരുത്തി.
നീ എത്ര ഡ്രാമ കളിച്ചാലും ഇത് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ഇത്രയും ഡിലേ ആവുന്നവരെ നീ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ വല്ല പൊട്ടനാ. സുരേഷ്, ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കുക, എനിക്കറിയില്ല. ഇപ്പൊ തന്നെ ചെക്ക് ചെയ്തപ്പോഴാ അറിയുന്നേ കൊച്ചിന് ഇത്രയും വളർച്ചയായി ഇനി അബോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന്. ഡോക്ടർ ഇത് പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി. പ്ലീസ് ട്രസ്റ്റ് മീ. നിർത്തടി. നിന്നെക്കാളും വലിയ മറ്റുള്ളമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ ദിവ്യ ഗർഭവും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനെ നൈസായിട്ട് എന്റെ തലയിലെങ്ങാനും കെട്ടി വെക്കാനാണ് പ്ലാനെങ്കിൽ പൊന്നും മോളെ. എടാ, നീ എന്തൊക്കെയാ പറയുന്നേ? നീ പറയുന്ന കേട്ടതോ ഇതിനൊക്കെ ഉത്തരവാദി ഞാൻ മാത്രമാണെന്ന്? അതെ, നീ മാത്രമാണ്. നീ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ട് ഇതിനെ ഇത്രയും നാള് വലിച്ചു നീട്ടി ഡിലേ ആക്കിയത് നീ ഒറ്റ വരുത്തിയ. എടാ, ഇത് നമ്മുടെ കുഞ്ഞല്ലേ, ഇതിനെ കളയണം തന്നെയായിരുന്നു എന്റെ വിചാരവും. പക്ഷേ ഇതിപ്പോ നമ്മുടെ ജീവിതത്തിൽ പുതിയ തുടക്കമാണെങ്കിലോ? മനസ്സിലായില്ല. എടാ, എനിക്ക് വിവാഹത്തൊന്നും ഒരു താല്പര്യം ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പൊ ആലോചിക്കുക, നമുക്ക് എല്ലാം കഴിച്ചാലോ ഒന്നും. ഈ കുഞ്ഞിന് വേണ്ടിയെങ്കിലും ഞാൻ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ഓഹോ, അപ്പൊ അതാണ് നിന്റെ മനസ്സിലിരിപ്പ്. എവിടെന്നെങ്കിലും ഒരു ഗർഭം ഉണ്ടാക്കിയിട്ട് എന്റെ തലയിൽ അടിച്ചേൽപ്പിച്ചാൽ ഞാൻ നിന്റെ കാൽ ചൂട്ടി കിടക്കുമെന്നാണ് നീ വിചാരിച്ചോണ്ടിരുന്നത്. മര്യാദക്കാണെങ്കിൽ ഞാനും മര്യാദക്ക്. എനിക്കറിയേണ്ട ആവശ്യമില്ല. എവിടെന്നെങ്കിലും ഈ കുരുക്കിനെ നശിപ്പിച്ച് കളഞ്ഞേ പറ്റുള്ളൂ. അല്ലാതെ കുഞ്ഞ്, കുടുംബം, കല്യാണം എന്ന് പറഞ്ഞാൽ ഇനി എന്റെ മുമ്പിലെങ്ങാനും വന്ന് നിന്നാ. എടാ, 3 വർഷം കൊണ്ട് നമ്മൾ ഒരുമിച്ചല്ലേ ജീവിക്കുന്നേ. പിന്നെ ഒരു കഴിച്ചിട്ട് താലിട്ടെന്ന് വെച്ചാൽ എന്താ വ്യത്യാസം? എന്നെ ചോദ്യം ചെയ്യാൻ ഉപദേശിക്കണം. നീ ആരടി ചോദ്യം ചെയ്ത് എന്താ കുഴപ്പം? നിന്റെ ചോദ്യം ചെയ്യലിൽ നിന്ന് തരാൻ ഞാൻ നിന്റെ ഭർത്താവും അല്ല, നീ എന്റെ ഭാര്യയല്ല. എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും. പിന്നെ എന്റെ ജീവിതത്തിൽ ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റുകൾ മാത്രം. അല്ലാതെ നിന്നൊക്കെ തല ചുമക്കാൻ ഞാൻ ഒരിടത്ത് ഒപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ ഇതൊക്കെ നീ എന്റർടൈൻമെന്റ് ആയിട്ടാണോ കണ്ടിരുന്നത്? ഈ ഞാനേ നിനക്ക് എന്റർടൈൻമെന്റ് ആയിരുന്നോ? ഒരു കമ്മിറ്റ്മെന്റ്സും ഇല്ല. എന്ത് കമ്മിറ്റ്മെന്റ്? എടി, ലിവിങ് ടുഗദറിൽ ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. ഇഷ്ടമുള്ളപ്പോ ഇറങ്ങി പോകാനുള്ള ലൈസൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ ഇറങ്ങിപ്പോയാ നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യവും ഇല്ല. സത്യം പറഞ്ഞ എല്ലാം മടുത്ത് വരുമായിരുന്നു. ഈ ഡോർ അങ്ങോട്ട് കിടന്ന. ഓ, അപ്പൊ തന്തേ മോളും കൂടെ അറിഞ്ഞുള്ള പരിപാടി ആയിരിക്കുമല്ലേ മോളെ നൈസായിട്ട് എന്റെ തലയെ കെട്ടി വെക്കാൻ. നിർത്തുന്നുണ്ടോ? മിണ്ടായിരടി, നിന്റെ തന്തയും കൂടെ കേക്കട്ടെ. മോക്ക് കെട്ടാൻ മുട്ടിയിരിക്കണമെങ്കിലേ വേറെ ആളെ നോക്കണം. ഇത്രയും കാലം പാത്തും പതുങ്ങി എന്റെ കൂടെ കിടന്നെങ്കിൽ നിനക്ക് ഇനിയും വേറെ സെറ്റപ്പ് കാണുമല്ലോ. ഇത്ര വൃത്തികേടാണോ നീ? നിന്റെ കൂടെ അല്ലോ ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. പക്ഷെ എനിക്കതിന് വിഷമമൊന്നുമില്ല. ഒരു അച്ഛൻ സ്വന്തം മകളെ പറ്റി കേൾക്കുന്നതിന് അപ്പുറം കേട്ട ഈ മനുഷ്യ ഇവിടെ നിൽക്കുന്നത്. അതിന് അത്രയൊന്നും വരില്ല ഇതൊന്നും. ഒരു അക്ഷരം പോലും മിണ്ടോ നിൽക്കണ ഈ അച്ഛന്റെ മുമ്പിലേ മകളെ നിലയിൽ ഞാൻ മരിച്ചു കഴിഞ്ഞു. ഇതിന്റെ വരും വരായികൾ എന്തായാലും ഒരു വിധി നിലയിൽ ഞാൻ സഹിച്ചോളാം. പക്ഷെ നിനക്കുള്ള ശിക്ഷ ആ ദൈവം തന്നിരിക്കും. മക്കൾ എന്തൊക്കെ തെറ്റ് ചെയ്താലും അത് ക്ഷമിക്കുക എന്നതേ മാതാപിതാക്കൾക്ക് നിവൃത്തിയുള്ളൂ. ഓരോ തെറ്റിന്റെ വലിപ്പവും പ്രത്യാഘാതവും അത് ചെയ്യുന്നവരെ പോലെ തന്നെ മാതാപിതാക്കളെയും ബാധിക്കും. ചെയ്യുന്ന തെറ്റുകൾ ജീവിതം തന്നെ തുലയ്ക്കുമെന്ന് മോൾക്ക് മനസ്സിലായില്ലേ? വാമളെ, എനിക്ക് ഇനി ആത്മഹത്യയില്ലാതെ വേറെ വഴിയില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി വേണ്ടാത്തൊന്നും ആലോചിക്കണ്ട. നിന്റെ വയറ്റിലിപ്പോ ഒരു കുഞ്ഞു ജീവൻ വളരുന്നുണ്ട്. അതിന് ജന്മം കൊടുക്കാൻ മാത്രമേ നിനക്ക് കഴിയൂ. നീ ചെയ്ത തീരാത്ത തെറ്റ് കാരണം അനുഭവിക്കുന്നത് ആ കുഞ്ഞായിരിക്കും. എല്ലാം വിധിയായി കണക്കാക്കാൻ പറ്റില്ല. ചിലതൊക്കെ മനഃപൂർവ്വം മരിച്ചു വെക്കുന്നതാണ്. ഏതോ ജന്മം എൻ കൺമണി എന്നാത്മാവിൽ സ്വന്തം സുഖങ്ങളും സന്തോഷങ്ങളും മാത്രം നോക്കി നിങ്ങളെടുക്കുന്ന ഒരു നിമിഷത്തെ തെറ്റായ തീരുമാനം ഇല്ലാതെയാക്കുന്നത് പല ജീവനുകളെയും ജീവിതങ്ങളെയുമാണ്. ലിവിങ് ടുഗദർ പോലുള്ള ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഓരോ ജീവനും വിലയുണ്ട്. ഉത്തരവാദിത്വമില്ലാത്ത തീരുമാനങ്ങൾ അനാഥരാക്കപ്പെടുന്ന നിരപരാധികളായ കുഞ്ഞുങ്ങളെയാണ് സൃഷ്ടിക്കുന്നത്. സ്നേഹമെന്നത് കേവലം ശാരീരികമായ ആകർഷണമല്ല, മറിച്ച് ഉത്തരവാദിത്വ ബോധവും കരുതലും കൂടിയാണ്.